പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്ത് ബിജെപി. ഹിന്ദു വോട്ടിനായുള്ള രാഷ്ട്രീയ നാടകം. ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും. എന്നാണ് എം കെ സ്റ്റാലിൻ ഭക്തനായതെന്നും എന്തിന് ക്ഷണിച്ചെന്നും ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. തുടർ നടപടികൾ ഉടൻ. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനും ശ്രമം. സി കൃഷ്ണകുമാറിനെതിരായ പരാതി നനഞ്ഞ പടക്കമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ബാറിലെ വഴക്കിന് പിന്നാലെ യുവാവിനെ പിന്തുടർന്ന് കയ്യേറ്റം ചെയ്ത കേസിൽ നടി ലക്ഷ്മി മേനോനെ ഉടൻ ചോദ്യം ചെയ്യും. ഒപ്പമുണ്ടായിരുന്ന മിഥുൻ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി. മറ്റു പ്രതികളുടെ പശ്ചാത്തലം അന്വേഷിച്ച് പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ഓണാവധിക്ക് ശേഷം. താമരശ്ശേരി ചുരത്തിലെ അപകട സാഹചര്യം തുടരുന്നു. 9ാം വളവിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കല്ലുകളും വീഴുന്നു. ഗതാഗത നിയന്ത്രണം തുടരുന്നു. ചിരിക്കാനുണ്ട് ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഒരു വിന്റേജ് ലാലേട്ടനെ കാണാം. മലയാളികൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം. ആദ്യ ദിനം ഗംഭീര പ്രതികരണം. നസ്ലൻ കല്യാണി പ്രിയദർശൻ ചിത്രം ലോകയും പ്രദർശനത്തിന്. സൂരജ് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇറങ്ങുന്നു. മത്സരം ഇന്ത്യൻ സമയം രാത്രി 11:15. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങി. കാട്ടാക്കട സ്വദേശിനി ദുരിതത്തിൽ. വീഴ്ച സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദരേഖ പുറത്ത്. പമ്പയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം വോട്ട് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നാടകമെന്ന പ്രചാരണം ശക്തമാക്കി ബിജെപി. സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതും ബിജെപി ആയുധമാക്കുകയാണ്. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രിയും സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന നിലപാടാണ് ബിജെപിക്കുള്ളത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായാണ് അഖില ലോക അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നതെന്ന വിമർശനമാണ് ബിജെപി ഉയർത്തുന്നത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിന്ന് CPMൽ നിന്ന് അകന്നുപോയിരുന്നു. അത് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ കളി എന്ന് ബിജെപി ഇതിനെ വിമർശിക്കുന്നു. ബിജെപി ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും നേരത്തെ CPMന്റെ ഭാഗമായിരുന്ന വോട്ടുകൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിനു ശേഷം ബിജെപിയിലേക്ക് വന്നിട്ടുണ്ട്. അത് തിരിച്ചുപോകുമെന്ന ആശങ്ക
BJP-ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കാൻ BJP തയ്യാറാകുന്നത്. അല്ലെങ്കിൽ അഖില ലോക അയ്യപ്പ സംഗമത്തിനെതിരെ BJP നിലപാടെടുത്തത്. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും അയ്യപ്പ സംഗമത്തിനെതിരല്ല BJP. എങ്ങനെയാണ് ഒരു മതേതര സർക്കാർ ഹിന്ദുക്കളുടെ ഒരു ആചാരപരമായ കാര്യങ്ങൾ, ഇതിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ആചാരപരമായ കാര്യമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ ആചാരപരമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു മതേതര സർക്കാർ ഇടപെടുക? ഇനി അത് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷേ ദേവസ്വം ബോർഡ് നോക്കുകുത്തിയായിക്കൊണ്ട് സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊന്ന്, ഇതിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് തികച്ചും നാസ്തികരായ ഹൈന്ദവ സമൂഹത്തിനെതിരെ ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള DMK-യുടെ നേതാക്കളായ ഉദയനിധി സ്റ്റാലിനെയും MK സ്റ്റാലിനെയുമാണ്. അവരെ എന്തിനു ക്ഷണിച്ചു എന്ന ചോദ്യവും BJP മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ടാണ് അതിനെ എതിർത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നേരത്തെ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയ സമയത്ത് ആ സമരകാലത്ത് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണം, അതിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തങ്ങളെ ക്ഷണിച്ചാൽ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. ഏതായാലും സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ അയ്യപ്പന്മാരുടെ ക്ഷേമമോ ശബരിമലയുടെ ക്ഷേമമോ വികസനമോ അല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ BJP-യുടെ വിലയിരുത്തലുണ്ടാകുന്നത്. പക്ഷേ അവർ അതിൽ പങ്കെടുക്കും. സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിലെ പ്രതിഷേധം അവർ നേരത്തെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ അതിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് കൂടി BJP ആവശ്യപ്പെടുന്നു. സംഘപരിവാർ സംഘടനകൾ BJP ഉൾപ്പെടെയുള്ള എല്ലാ സംഘപരിവാർ സംഘടനകളെയും ക്ഷണിക്കുമെന്ന് സർക്കാരും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. വി അരുൺ നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ്വുമനായ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പരാതിക്കാരായ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്ന യുവതികളെ കണ്ട് അവരുടെ മൊഴി ശേഖരിക്കുകയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. തിരുവനന്തപുരത്ത് ഒരു ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് ശബ്ദരേഖയിലൂടെ വെളിപ്പെടുത്തിയ പെൺകുട്ടി, അവരെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേസിന് കൂടുതൽ എളുപ്പമാകുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്, അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിനുള്ളത്. അന്വേഷണ സംഘത്തെ ഇന്ന് തന്നെ തീരുമാനിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം എറണാകുളത്ത് കൊച്ചിയിൽ രാഹുലിനെതിരെ പരസ്യമായി ആദ്യമായി രംഗത്ത് വന്ന റിനി എന്ന സിനിമാ താരത്തെ റിനിയെ കണ്ടെത്തി അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ പരാതികളിൽ അവർ ഉറച്ചു നിന്നാൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്, ഇപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അടക്കമുള്ള വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. അവന്തികയിൽ നിന്നും പരാതി വാങ്ങും. ട്രാൻസ്ജെൻഡർ യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയുണ്ട്. അതിൽ അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ യുവതികൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ, പരാതിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ആലോചനയും തീരുമാനവും. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അങ്ങനെ ചില നിർണായകമായ ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ അതിലും ഈ പരാതിക്കാരെ കണ്ടെത്തി അവർ പരാതിയിൽ ഉറച്ചു നിൽക്കണം, മൊഴിയിൽ ഉറച്ചു നിൽക്കണം, അവർ കേസന്വേഷണവുമായി സഹകരിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. രാഹുലിനെതിരെ പരാതികളിൽ, ഇത്തരം ആരോപണങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ രാഹുലിനെ സഹായിക്കാൻ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം എത്തില്ല എന്നും ഉറപ്പാണ്. പോലീസിന് മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പരാതികളിൽ കൃത്യമായ മൊഴികൾ, പരാതിയെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന മൊഴികൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതുമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്, ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ പല ജില്ലകളിൽ നിന്നും ഉയരാൻ ഇടയുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചത്. ഏതായാലും വളരെ നിർണായകമായ അന്വേഷണ നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വളരെ നിർണായകമാണ് ഈ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട്, ഫലം എന്നുള്ളത്. കാരണം ഇതുവരെ രാഹുലിനെതിരെ കൃത്യമായ പരാതികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നാൽ പരാതിക്കാർ പോലീസിന് മുന്നിൽ അവരുടെ ഈ പരാതിയിൽ ഉറച്ചു നിന്നുള്ള മൊഴി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM-ഉം BJP-യും. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു.
പൊതുവികാരത്തിന് വിരുദ്ധമായി യുവ നേതാവിനെ എങ്ങനെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. രാഹുലിനെതിരായ പരാതി 3 വർഷം മുൻപ് തന്നെ അറിയാമായിരുന്നിട്ടും വി.ഡി. സതീശൻ അത് ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുവെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം രാജ്യകാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗൃഹസന്ദർശന ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളും സന്ദർശിക്കും. പറക്കുന്ന മേഖലയിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഗൂഗിൾ പേയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ നമ്മളിപ്പോഴാണ് അറിഞ്ഞു. എന്നിട്ടും ആ MLA സഹായിച്ച് നിർത്തി അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ആളെ വി.ഡി. സതീശൻ തുടരുന്നത്. കോൺഗ്രസ് ഒന്ന് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് 1 ഡസനോളം വരുന്ന പരാതികൾ ഇവിടെ പുറത്തു വന്നു. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു പെർവേർട്ടാണ്, അതിലുപരിയായി ക്രിമിനലാണ് എന്ന് ഇതിൽ പരം തെളിയിക്കപ്പെടാനില്ല. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ആയില്ല. പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ MLA ആയി തുടരാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം എത്രയും വേഗം രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ സമരങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മാത്രമല്ല നേരിട്ട് ഈ മണ്ഡലത്തിലെ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ ചെന്ന് കാണുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INTUC മാർച്ച്. എറണാകുളം മരടിലെ വസതിയിലേക്കായിരുന്നു മാർച്ച് വീടിന് മുന്നിൽ പോലീസ് തടഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഭൂപതിവ് ചട്ട ഭേദഗതി നിലവിൽ വന്നതോടെ മലയോര മേഖലയിൽ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിൽ ഉറപ്പിച്ച് നിർത്താമെന്നും CPM ഇതിലൂടെ കണക്കുകൂട്ടുന്നു. അതേസമയം ചട്ടഭേദഗതിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ കൃത്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. വന്യമൃഗ പ്രശ്നങ്ങൾ മൂലം മലയോര മേഖലയിൽ വലിയ സമരങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുകൂടാതെയായിരുന്നു പട്ടയ പ്രശ്നം. നിലവിലെ ഭേദഗതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് CPM കണക്കുകൂട്ടുന്നു. മാത്രമല്ല ആടി ഉലഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസിനെ അടിയുറപ്പിച്ചു നിർത്താമെന്നും CPM കരുതുന്നു. അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അവർക്ക് ഭൂമി പണയപ്പെടുത്താൻ കഴിയില്ല, അവിടെ വേണ്ട പോലെ അവർക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ചട്ട ഭേദഗതിയുടെ അപാകത കൊണ്ട് വലിയൊരു പ്രശ്നം ആ മേഖല മുഴുവൻ നേരിട്ടിരുന്നു. ഈ കാര്യം ഗൗരവകരമായി ആദ്യം മുന്നോട്ട് വെച്ചത് കേരള കോൺഗ്രസ് എമ്മാണ്. ശ്രീ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു. ഇടുക്കി റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയാണ്. അപ്പോൾ ആ മേഖലയിലെല്ലാം ഉള്ള മലയോര മേഖല, ഇടുക്കി മാത്രമല്ല മറ്റു മലയോര മേഖലകളിലും എല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രോബ്ലമായിരുന്നു. ഇടുക്കിയിൽ അത് വലിയ പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടുള്ളതാണല്ലോ. അപ്പൊ കേരള കോൺഗ്രസ് ശബ്ദം ഉയർത്തി, അത് LDF ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതേസമയം ഭേദഗതിയെ എതിർത്ത് കോൺഗ്രസും BJPയും രംഗത്ത് വന്നു. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണം എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം പഴയ കാലത്ത് കുടിയേറ്റ കർഷകരായിട്ട് കടന്നു വന്ന ആളുകൾക്ക് അന്നത്തെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭൂപതിവ് ചട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഉത്കണ്ഠ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചട്ടം ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസുകളുടെ അദമ്യമായ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഒരിക്കലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് എല്ലാ നിയമ ഉപാധികളോട് കൂടിയാണ് പഞ്ചായത്തുകളിൽ ലൈസൻസ് കൊടുത്ത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ഈ മണ്ണിൽ പടുത്തുയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ കുടിയേറ്റക്കാരെ വീണ്ടും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇന്നലെ വന്നിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ അപ്പാടെ തകർത്ത
ഇടുക്കിയുടെ സമ്പദ്ഘടനയെ അപ്പാടെ തകർത്ത നിർമ്മാണ നിരോധനം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇടുക്കിയെ സമ്പൂർണ്ണമായും തകർക്കും. അതേസമയം നിയമ ഭേദഗതിക്കെതിരെ പരിസ്ഥിതി സംഘടനകളും സമരത്തിലേക്ക് കടന്നേക്കും. ഏതായാലും കാലങ്ങളായുള്ള ആവശ്യം നടപ്പായി എന്നാണ് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നേട്ടം മുന്നം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾക്കായിരിക്കും ഇനി മുന്നണികൾ നേതൃത്വം നൽകുക. ന്യൂസ് 18 കോട്ടയം. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപന ഉടമകളോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ദേവികുളം RDO ഓഫീസിൽ നേരിട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സബ് കളക്ടർ VM ആര്യ വ്യക്തമാക്കി. 40ഓളം വ്യാപാരികൾക്കാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത്. മൂന്നാറിലെ കടകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരമാണ്. അവരുടെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ വരുന്ന ഹിയറിങ്ങുകൾക്കുള്ളൂ. അപ്പോൾ കോടതി വിധിയുള്ളത് കൊണ്ട് അത് കംപ്ലൈ ചെയ്യേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഈ ഓഫീസിൽ നിന്നും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്നത് ഒരു ഒഴിപ്പിക്കൽ നടപടിയല്ല. ഇപ്പോൾ കോടതി പറഞ്ഞത് പ്രകാരമുള്ള ഒരു ഹിയറിംഗ് മാത്രമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ കൂട്ടാത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേരാണ് ജീവനൊടുക്കിയത്. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകനായ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൂട്ട ആത്മഹത്യ ചെയ്തു. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെമ്മൻകോട്ട് സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കുടിച്ച ഇവർ വിവരം നാട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഭാര്യ ഇന്ദിരയെയും മകൻ രഞ്ജേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രഞ്ജേഷ് വിദേശത്തു നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയ വിജിലിന്റെ മൃതദേഹ ഭാഗത്തിനായി 2ാം ദിവസവും പരിശോധന തുടരുന്നു. പ്രതി നിഖിലിനെ സരോവരത്തെത്തിച്ചാണ് പരിശോധന. കടാവർ നായയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയാതെ വന്നതോടെയാണ് ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ചതുപ്പിൽ മണ്ണുമാന്തി യന്ത്രം താഴ്ന്നു പോകുന്നു എന്നതായിരുന്നു ഇന്നലെ ഏറ്റവും പ്രധാന പ്രതികൂല ഘടകമായി ഉയർന്നു വന്നത്. ഒപ്പം ശക്തമായ മഴയും പെയ്തിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ അനുകൂലമാണ്. മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രത്യേക റോഡുണ്ടാക്കി ചെറിയ മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് എത്തിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് ആരംഭിച്ചിരിക്കുന്നത്. എത്ര സമയമെടുക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. കാരണം കുഴിക്കുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല. പകരം മണ്ണുമാന്തി യന്ത്രം ഈ താഴെയുള്ള മണ്ണും മറ്റു വസ്തുക്കളും പുറത്തേക്കിട്ട ശേഷം വളരെ സൂക്ഷ്മമായി പരിശോധന നടത്തി ഇതിൽ തലയൊട്ടും അസ്ഥികഷ്ണങ്ങളും ഉണ്ടോ എന്ന പരിശോധന നടത്താൻ മാത്രമാണ് കഴിയുക. ഒപ്പം ഈ മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന കടാവർ ഡോഗുകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. അത് മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിയാലും അവിടെ മനുഷ്യഗന്ധമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ മൃതശരീരാവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള നായ്ക്കളാണ്. അവയുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നു. നേരത്തെ ഈ കൃത്യം നടന്ന ശേഷം മുജാഹിദീൻ മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് നിർമ്മിച്ചതിന്റെയും ഒപ്പം വേദി ക്രമീകരിച്ചതിന്റെയും ഒക്കെ ഒരുപാട് അവശിഷ്ടങ്ങൾ മണ്ണിൽ ആഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവയും പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് വലിയ ഒരു ദൗത്യമാണ് എന്ന് പോലീസ് പറയുന്നു. ഒപ്പം ഈ കൃത്യം നടന്നത് 2019 മാർച്ച് മാസമാണ്. ആ വർഷം തന്നെ സെപ്റ്റംബറിൽ മഹാപ്രളയം നടന്നപ്പോൾ ആ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഒപ്പം ശക്തമായ ഒഴുക്കും ഈ മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ മൃതശരീരാവശിഷ്ടങ്ങൾ ഇവിടെ ഒന്നും ഒഴുകിപ്പോയിട്ടുണ്ടാവില്ല എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുമുള്ളത്. പ്രതി നിഖിലിനെ രാവിലെ തന്നെ സ്ഥലത്തെത്തിച്ചു. നിഖിൽ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 4 മാസം കഴിഞ്ഞപ്പോൾ ഈ മൃതശരീരത്തിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ എടുക്കുകയും അവ
മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സരോവരം പാർക്കിന് അടുത്ത് വെച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ അബോധാവസ്ഥയിലാവുകയാണ് വിജിൽ ചെയ്തതെന്ന മൊഴിയാണ് പ്രതികൾ നൽകിയത്. ഇതിനുശേഷം സ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പിറ്റേ ദിവസം സ്ഥലത്തെത്തിയപ്പോഴാണ് വിജിൽ മരിച്ചുവെന്ന് ബോധ്യമാവുകയും പിന്നീട് ഭയം നിമിത്തം ഈ ചതുപ്പിൽ മൃതദേഹം താഴ്ത്തുകയും ചെയ്ത് പിന്നീട് 8 ദിവസം കഴിഞ്ഞപ്പോൾ തല ഭാഗം മണ്ണിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ട് വീണ്ടും താഴേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന മൊഴിയാണ് ഇവർ നൽകിയത്. ഒപ്പം വിജിൽ നാടുവിട്ടുപോയി എന്ന് തെളിയിക്കാനായി വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കാട്ടിൽ ഉപേക്ഷിച്ചുവെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു. 2 പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള. ഒരാൾ ഒളിവിൽ കഴിയുകയാണ്. ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. എന്തായാലും മൃത ശരീരത്തിന്റെ ഭാഗങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെയും തെരച്ചിൽ പുരോഗമിക്കുന്നത്. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. നടി ലക്ഷ്മി മേനോൻ പ്രതിയായ ബാർ ആക്രമണ കേസിൽ അറസ്റ്റിലായ മിഥുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളെന്ന് പോലീസ്. 2023 തൃശൂരിൽ നടന്ന സ്വർണ്ണ കവർച്ചാ കേസിലും മിഥുൻ പ്രതിയാണ്. മറ്റ് പ്രതികളുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലക്ഷ്മി മേനോനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. നടി ലക്ഷ്മി മേനോൻ പ്രതിയായ ബാർ ആക്രമണ കേസിലെ അറസ്റ്റിലായ പ്രതികൾ, അറസ്റ്റിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ അനീഷ, മിഥുൻ, സോന എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോൾ ഇവർ റിമാൻഡിലാണ്. ഈ പ്രതികളെ സംബന്ധിച്ചുള്ള അവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ 3 പ്രതികളിൽ മിഥുന് നേരത്തെ കേസുകൾ ഉണ്ടായിട്ടുള്ളതായാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതൊരു ഗുരുതര സ്വഭാവത്തിലുള്ള കേസ് തന്നെയാണ്. 2023 തൃശ്ശൂരിൽ സ്വർണ്ണാഭരണം കവർച്ച ചെയ്ത സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് മിഥുൻ മോഹൻ എന്ന് പറയുന്ന ഇയാൾ. അന്ന് 2023 നടന്നത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് സ്വർണ്ണാഭരണങ്ങളുമായി അതിൻ്റെ ഒരു വിതരണത്തിന് പോവുകയായിരുന്ന ഒരാളിൽ നിന്നാണ് അയാളെ വഴിയിൽ നിന്ന് തട്ടിയെടുത്ത ശേഷം സ്വർണം ഇവർ കവർച്ച ചെയ്യുകയായിരുന്നു. 244 ഗ്രാം സ്വർണ്ണമാണെന്ന് കവർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ കേസിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മിഥുൻ പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി. ഇതിനുശേഷമാണ് ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ ഈ ബാറിലുണ്ടായിരുന്ന ഈ അടിപിടി കേസിലടക്കം പ്രതിയാവുകയും ചെയ്യുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയുണ്ട്. എന്താണ് നടി ലക്ഷ്മി മേനോന് ഈ പ്രതികളുമായിട്ടുള്ളൊരു ബന്ധം, പ്രത്യേകിച്ച് മിഥുൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിട്ടെല്ലാം തന്നെ ഇവർക്ക് എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ കേസിൽ നടിയുടെ അറസ്റ്റ് അടുത്ത മാസം 18 വരെയാണ്, കേസ് പരിഗണിക്കുന്നത് വരെയാണ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. ഈ സമയം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ പോലീസ് ശേഖരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇവരെ നോട്ടീസ് നൽകി അതിനു മുൻപ് വിളിപ്പിക്കണമോ എന്ന കാര്യത്തിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുന്നു, ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നോ അതോ മറ്റു കാര്യങ്ങളുമായിട്ട് ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വരാൻ ആവശ്യപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന നിർദ്ദേശം നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘവും കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ്. ഡാനിപ്പോൾ കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. കാട്ടാക്കട സ്വദേശിയായ യുവതിയാണ് ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നത്. 50 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് കുടുങ്ങിയെന്നാണ് യുവതിയുടെ പരാതി. വീഴ്ച സംബന്ധിച്ച് ഡോക്ടർ രാജീവ് കുമാർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സംബന്ധമായ അസുഖത്തിന് സുമയ്യ ചികിത്സ തേടിയത്. ഡോക്ടർ രാജീവ് കുമാറാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായി സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ വയർ നീക്കം ചെയ്തിരുന്നില്ല. വിട്ടുമാറാത്ത ശ്വാസമുട്ടലിനെ തുടർന്ന് സുമയ്യ മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്ന കാര്യം അറിയുന്നത്. ഇതിനിടെ ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തുവന്നു. രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിൽ തെറ്റുപറ്റിയതായി ഡോക്ടർ രാജീവ് കുമാർ സമ്മതിക്കുന്നുണ്ട്. നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം?
റൊട്ടേഷനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ വ്യക്തികളുടെ എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ അല്ലേ? എന്തായാലും നമ്മള് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറ്റക്കാരാരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താമല്ലോ. നിയമപരമായിട്ട് പോയി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ മീഡിയാസൊക്കെ വിളിക്കാമല്ലോ. കണ്ടിരിക്കുന്നത് ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. എക്സ്റേ പരിശോധനയിൽ ധമനികളോട് ഒട്ടിപ്പോയതായി കണ്ടെത്തി. ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ വിഷയത്തിൽ ജനറൽ ആശുപത്രി അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. അണുവിമുക്തമാക്കാനാണ് നടപടി. ഇതോടെ അടിയന്തര ശസ്ത്രക്രിയകൾക്കായി എത്തുന്ന നിർധനരായ രോഗികളെപ്പോലും മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. എല്ലാ വർഷവും ഓപ്പറേഷൻ തിയേറ്റർ 7 ദിവസത്തേക്ക് അണുവിമുക്തമാക്കാൻ അടച്ചിടാറുണ്ടെങ്കിലും ഇത്തവണ എന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. വിഷയത്തോട് പ്രതികരിക്കാൻ അധികൃതരും ഇതുവരെ തയ്യാറായില്ല. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. പന്തീരങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മീൻ പിടിക്കാൻ പോയ ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്ന് ആരോപിച്ച് എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. കായലിൽ ബോട്ട് നിരത്തിയുള്ള പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ മെട്രോയും ജങ്കാർ സർവീസുകളും തടസ്സപ്പെട്ടു. ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും പോലീസും മത്സ്യത്തൊഴിലാളികളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ലൈസൻസ് പുതുക്കാതെ മത്സ്യബന്ധനത്തിന് പോയ ജപമാല വള്ളത്തിന് ഫിഷറീസ് AD 2.5 ലക്ഷം രൂപ പിഴയിട്ടതായിരുന്നു സമര കാരണം. പുലർച്ചെ 6-ന് ആരംഭിച്ച സമരം 10:30 വരെ നീണ്ടുനിന്നു. മത്സ്യബന്ധനത്തിന് പോകാതെ കായലിൽ ബോട്ട് നിരത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഇതോടെയാണ് ഹൈക്കോർട്ട് വൈപ്പിൻ ജലഗതാഗതം തടസ്സപ്പെട്ടത്. 4.5 മണിക്കൂറിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പിഴ ഒഴിവാക്കുകയും പെർമിറ്റ് ഫീസും ക്ഷേമനിധി തുകയും അടക്കുകയും ചെയ്യാമെന്ന് മത്സ്യത്തൊഴിലാളികൾ സമ്മതിച്ചതോടെ ചർച്ച സമവായത്തിലെത്തി. ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, പോലീസ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് ചർച്ച നടത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഇന്ത്യയ്ക്കുള്ള അധിക തീരുവ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ മാത്രമല്ലെന്ന് സമ്മതിച്ച അമേരിക്ക. ഇന്ത്യ വ്യാപാര കരാർ അനിശ്ചിതമായി നീട്ടിയെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കുറ്റപ്പെടുത്തി. അതേസമയം തീരുവ പ്രതിസന്ധി നേരിടാനായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിലാണ് താരിഫ് വിഷയത്തിലെ പുതിയ വെളിപ്പെടുത്തൽ. ഇന്ത്യയ്ക്കുള്ള അധിക തീരുവ റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമല്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. വ്യാപാര കരാർ ചർച്ച ഇന്ത്യ അനാവശ്യമായി നീട്ടിയെന്നാണ് ആരോപണം. മെയ്യിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കരാറിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ചില വിഷയങ്ങളിൽ ഇന്ത്യ കടുംപിടുത്തം പിടിക്കുകയാണെന്നും സ്കോട്ട് ആരോപിച്ചു. വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. And it's not just over the Russian oil. The Indians came in very early after Liberation Day to start negotiating on tariffs, and we still don't have a deal. I think at the end of the day, we will come together. I think a lot of it. അതേസമയം അമേരിക്കയുടെ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ നീക്കങ്ങൾ ആരംഭിച്ചു. ടെക്സ്റ്റൈൽ, ആഭരണ, സമുദ്രോൽപ്പന്ന മേഖലകളെ തീരുവ ബാധിച്ചു കഴിഞ്ഞു. ഇത് നേരിടാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കാനും ആലോചനയുണ്ട്. പ്രധാന വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം ചർച്ചകൾ തുടരുകയാണ്. അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. 40 രാജ്യങ്ങളിലേക്കെങ്കിലും വ്യാപാരം വിപുലീകരിക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ തേടുന്നത്. UK-യുമായി ഒപ്പിട്ട പുതിയ വ്യാപാര കരാർ ആശ്വാസമാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടെ യാഥാർത്ഥ്യമാക്കാൻ ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായും വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും പുതിയ ബന്ധം കെട്ടിപ്പടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക് തിരിക്കും. 2 ദിവസത്തെ ചർച്ചകളിൽ വ്യാപാര രംഗത്തെ സഹകരണവും ഉയർന്നുവരും. ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടുന്ന വിഷയവും ചർച്ചയാകും. തുടർന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി മോദി ഞായറാഴ്ച ചൈനയിലെത്തും. ഇവിടെ വെച്ച് തീരുവ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്ത നിലപാടെടുക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ് 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡറായ റോബിൻ വെസ്റ്റമൺ ആണ് വെടിവെച്ചത്. അക്രമത്തിന് പിന്നാലെ ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചു. 14 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റു. അനൗൺസിയേഷൻ കാത്തലിക് സ്കൂളിലാണ് വെടിവെപ്പുണ്ടായത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികൾ പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഇതിനിടെ ജനാല വഴി വെടിയുതിർത്തു. ആഭ്യന്തര ഭീകരവാദം എന്ന നിലയിൽ FBI ആയിരിക്കും കേസിൽ അന്വേഷണം നടത്തുക. അക്രമി നിരവധി ക്രിസ്ത്യൻ വിരുദ്ധ സന്ദേശങ്ങൾ തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ. പാകിസ്ഥാനിൽ നിന്ന് ബീഹാറിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ 3 ഭീകരർ സംസ്ഥാനത്തെത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഭീകരരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. റാവൽപിണ്ടിയിൽ നിന്നുള്ള ഹസ്നൈൻ അലി, ഉമർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈൻ, ബഹാവൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയിരിക്കുന്നത്. കാഠ്മണ്ഡു വഴി കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ബീഹാറിലെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള വിമാന സർവീസ് 2ഉം മുടങ്ങി. അഗത്തിയിലേക്കുള്ള അലയൻസ് എയർ സർവീസാണ് തുടർച്ചയായ 2ാം ദിവസവും മുടങ്ങിയത്. യാത്ര തടസ്സപ്പെട്ടതോടെ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ചു. ഭക്ഷണം പോലും ലഭിക്കാതെ ദുരിതത്തിലാണെന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായെന്നും യാത്രക്കാർ പ്രതികരിച്ചു. വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് പാസഞ്ചേഴ്സ്, ഞങ്ങൾ കുറേ പേരുണ്ട് ഇവിടെ. അതിനകത്ത് പാസഞ്ചർ അകത്തി പോയിട്ട് തിരിച്ച് റിട്ടേണായിട്ട് കാലാവസ്ഥ മോശമെന്നായിട്ടാണ് പറയുന്നത്. പക്ഷേ ATCയിൽ അന്വേഷിച്ചപ്പോൾ മറ്റ് ഫ്ലൈറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന അതേ ലാൻഡിംഗ് പെർമിഷൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ക്യാപ്റ്റൻ്റെ കയ്യിലാണ് തീരുമാനമുള്ളത്. ഇന്നലെ വന്ന സമയത്ത് ഞങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, അതായത് തിരിച്ച് റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ അലയൻസ് മറ്റേ ഫ്ലൈറ്റിൻ്റെ നിയമം അനുസരിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ബാക്കിയുള്ള ഭക്ഷണത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും കൊടുക്കാത്ത അവസ്ഥയാണ്. വളരെ മോശമായ രീതിയിലാണ് 2 ദിവസമായിട്ട് അലയൻസ് എയർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇവിടെ ദൂരത്തിലാണ്. ഇന്നലെ ഞങ്ങൾ ഫ്ലൈറ്റ് 1:50 പോകേണ്ട ഫ്ലൈറ്റ് 2:50 യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പോലും ഫ്ലൈറ്റ് ഡിലേ ആയി തിരിച്ച് അവിടെ ലക്ഷദ്വീപിന്റെ കവരത്തി ദ്വീപിന്റെ മേലെ കൂടെ പോയി തിരിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് 1.5-2 മണിക്കൂർ ഇവിടുത്തെ മാനേജർമാർ കാത്തിരുന്നു. അവർ ഒരു വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ അവർ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തു തരാൻ പറഞ്ഞു, ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു രീതിയായിരുന്നു അവരുടെ അടുത്ത് ഞങ്ങൾക്ക് ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും അപകട ഭീഷണി ശക്തമായതോടെ ഗതാഗതം നിരോധിച്ചു. ഇടിഞ്ഞു വീണ മണ്ണും പാറകളും നീക്കി ചുരം ഗതാഗത യോഗ്യമാക്കിയിരുന്നെങ്കിലും വീണ്ടും കല്ലുകൾ റോഡിലേക്ക് പതിച്ചതോടെയാണ് ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾ താമരശ്ശേരി ചുരത്തിൽ നിന്ന് പോലീസ് കുറ്റ്യാടി ചുരം വഴി തിരിച്ചുവിടുകയാണ്. മലപ്പുറം ഭാഗത്തുനിന്ന് വയനാട്ടിലേക്ക് പോകുന്നവർ നാടുകാണി ചുരം വഴി തിരിഞ്ഞു പോകണം. നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷികം ആഘോഷമാക്കി തലസ്ഥാനം. അടിച്ചമർത്തപ്പെട്ട ജനതയെ വിദ്യാഭ്യാസത്തിലൂടെയും സമര പോരാട്ടങ്ങളിലൂടെയും കൈപിടിച്ച് നടത്തിയ അയ്യങ്കാളി കേരള ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നാണ്. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പട്ടികജാതി വകുപ്പ് മന്ത്രി OR കേളു, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട പഞ്ചമിക്ക് വിദ്യാഭ്യാസം നൽകിയതിന് ഒരു കാലത്ത് സവർണ ജാതിക്കാർ തീയിട്ട സ്കൂളാണിത്. ഇന്നിവിടെ ജാതിമതഭേദമന്യേ കുട്ടികൾ പഠിക്കുന്നു. കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ഈ സാമൂഹിക മാറ്റത്തിന് അടിത്തറ പാകിയ ധീരനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. വിദ്യാഭ്യാസത്തിനൊപ്പം ഇന്ന് നാം അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം പോരാടി. കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം തുടങ്ങിയ ഓരോ സമരങ്ങളും ജാതിക്കോമരങ്ങളുടെ നെറ്റിയിൽ തറച്ച ആണികളായിരുന്നു. അയ്യങ്കാളിയെ തലസ്ഥാനത്ത് വർണ്ണാഭമായാണ് അനുസ്മരിച്ചത്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളി സ്ക്വയറിൽ സമ്മേളനവും പുഷ്പാർച്ചനയും ഘോഷയാത്രയും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി അനുസ്മരണ ചടങ്ങുകൾ നടന്നു. സർക്കാർ അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രിമാരായ OR കേളു, V ശിവൻകുട്ടി, GR അനിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.
കൊട്ടാരക്കരയിൽ അയ്യങ്കാളി ജയന്തി ആഘോഷവും കവിയരങ്ങും സംഘടിപ്പിച്ചു. കേരള SC/ST ഐക്യവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊട്ടാരക്കര CP/KP ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ശ്രേഷ്ഠഭാഷ മലയാളം സംസ്ഥാന സെക്രട്ടറിയും കവിയുമായ ഉണ്ണി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൌസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് 28 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ S. നായർ, ലീന, DCC ജനറൽ സെക്രട്ടറി ശ്രീകല തുടങ്ങിയവർ പ്രതികളാണ്. കേസിൽ അറസ്റ്റിലായ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. മഴക്കാലത്തെ പാറമട ഖനനത്തിൽ വലഞ്ഞ എറണാകുളം മഴുവന്നൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലെ ജനങ്ങൾ പാറ കയറ്റിയുള്ള ടിപ്പർ ലോറികളുടെ യാത്രയിൽ റോഡുകൾ തകർന്നില്ലാതായി. പാറമണൽ റോഡിലേക്ക് വീണ് ചെളി നിറഞ്ഞതോടെ സൈക്കിൾ യാത്രക്കാർക്ക് പോലും യാത്ര ദുഷ്കരമായിരിക്കുന്നു. പലവട്ടം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ പാറമടയ്ക്ക് മുന്നിൽ ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പരിധി ലംഘിച്ചും അനുവദിച്ച സമയം കഴിഞ്ഞും കടക്കനാട്ടിൽ പാറമട പ്രവർത്തിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മഴക്കാലത്ത് കൂറ്റൻ പാറകളുമായി നീങ്ങുന്ന ടോറസ് ലോറികൾ ഇന്നാട്ടുകാർക്ക് തീരാ തലവേദനയാണ്. പാറമണൽ വീണ് ചെറിയ റോഡുകൾ ചെളിയിൽ പുതഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും കിലോമീറ്ററുകളപ്പുറത്ത് യാത്ര അവസാനിപ്പിക്കുന്നു. മഴുവന്നൂർ പഞ്ചായത്തിലെ 13ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഈ പാറമടയ്ക്കെതിരെ നാട്ടുകാർ പരാതി കൊടുത്തിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ മുതലാളിയുടെ ഗുണ്ടായിസമായിട്ട് ഇന്ന് മടയിൽ പ്രവർത്തിച്ചുകൊണ്ട് കല്ല് കയറ്റി കൊണ്ടുപോകുന്നു. റോഡ് ഏതാണ്ട് 5 കിലോമീറ്ററോളം മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇതിനൊരു പരിഹാരം ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുതലാളിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തീരുമാനം ഉണ്ടാക്കാതെ നാട്ടുകാരെ ഗുണ്ടായിസം കാണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. പാറമടയിൽ നിന്ന് ലോഡുമായി വന്ന ലോറികൾ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പാറമട ഉടമകൾ പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസ് നിലപാട്. പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ 13ാം വാർഡിലെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. അത് മാത്രമല്ല, ഇവിടെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പാറമട അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും വിഷയങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും അതിന് ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ രീതികളും കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനകീയമായ ഒരു പ്രക്ഷോഭം ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ട് പോലീസ് ഇവിടെ വന്നെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകാതെ പോലീസുകാർ വളരെ നിഷ്ക്രിയരായിട്ട് അവർ തിരിച്ചുപോയി. അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇരിക്കുകയാണ്. വീതി കുറഞ്ഞ ഉൾവഴികളിലൂടെ ഓവർലോഡുമായിട്ടാണ് പാറമടയിൽ നിന്നുള്ള ലോറികളുടെ യാത്ര. മഴക്കാലത്തെ പാറഖനനം ഒഴിവാക്കണമെന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോലഞ്ചേരി. കോഴിക്കോട് നാദാപുരം വാണിമേലിൽ ക്ഷേത്രത്തിൽ മോഷണം. അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 3 അംഗ സംഘം പണം കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജമ്മുകശ്മീരിലെ നൌഷേരയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഭീകരരെ തുരത്തിയത്. കൂടുതൽ ഭീകരർ സംഘത്തിൽ ഉണ്ടായേക്കാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന യുദ്ധങ്ങൾ ദീർഘകാലം നീണ്ടു നിന്നേക്കാമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്.
ഇതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ വേണമെന്ന് അദ്ദേഹം ഡൽഹിയിൽ രൺ സംവാദ വേദിയിൽ പറഞ്ഞു. സൈബർ മേഖലയിലും ഭാവിയിൽ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. In today's era, wars have become so sudden and unpredictable that it is very difficult to predict when any war will end and how long it will last. So we must be prepared for every situation. We must be prepared for this so that our surge capacity is sufficient. That is, if any war stretches from 2 months, 4 months, a year, 2 years, even 5 years, then we should be fully prepared for it. Success of Operation Sindoor is the perfect example in itself. The bravery and the swiftness with which our forces carried out action against the terrorist shelter in Pakistan was something those terrorists could never have been imagined. I firmly believe that every war leaves us with some important learnings. In the course of battle, we are able to realistically assess that level of our preparedness. If we speak the Operation Sindoor, it was indeed a striking demonstration of technology-driven warfare. ഓണാഘോഷങ്ങളുടെ ഭാഗമായി റോഡിൽ വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര. മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സംഭവത്തിന് പിന്നിൽ. കാറുകൾക്കും SUV-കൾക്കും പുറമെ KSRTC ബസ്സും വാടകയ്ക്കെടുത്തായിരുന്നു വിദ്യാർത്ഥികളുടെ ഓണാഘോഷം. ബസിന്റെ ചവിട്ടുപടിയിലും ജനലുകളിലും നിന്നുമൊക്കെയായിരുന്നു യാത്ര. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇത് പൊന്നോണപ്പൂക്കാലം. ഒന്നര ഏക്കർ സ്ഥലത്ത് കണ്ണിന് വിരുന്നായി അധ്യാപക ദമ്പതികൾ ഒരുക്കുന്ന ചെണ്ടുമല്ലി കൃഷി. കൊല്ലം ജില്ലയിലെ പരവൂർ പുത്തൻകുളം ആനത്താവളത്തിന് സമീപമാണ് ഈ സുന്ദരമായ കാഴ്ച. ജോലിത്തിരക്കിനിടയിലും പൂക്കൃഷിക്കായി സമയം കണ്ടെത്തിയിരിക്കുകയാണ് രാഹുലും സബിതയും. ഓണക്കാലമാവുന്നതോടെ പൂക്കൾക്കുണ്ടാവുന്ന ആവശ്യം കണക്കിലെടുത്താണ് ഇവർ കൃഷിക്കൊരുങ്ങിയത്. വരമ്പെടുത്തതും തൈ നട്ടതും പരിപാലിച്ചതുമെല്ലാം ഇരുവരും ചേർന്ന്. കൂട്ടിന് ബിരുദ വിദ്യാർത്ഥികളായ മക്കളും സുഹൃത്തുക്കളും എത്തി. 1000 ചെണ്ടുമല്ലിച്ചെടികൾ നട്ടു. ഇവ ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഓണത്തിനുള്ള 10 ദിവസത്തെ പൂ നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മാന്യമായ വിലയും കിട്ടുന്നുണ്ട്. കച്ചവടക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്. അവർ നല്ല വില തന്നെയാണ് നമ്മളെ എടുക്കുന്നത്. പിന്നെ ഇവിടെ ലോക്കലായിട്ടും ആൾക്കാർ, ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ തന്നെ, റെസിഡൻസ് അസോസിയേഷനും ഒക്കെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് പൂവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഫാത്തിമ കോളേജിലേക്ക് കുറേ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ അത്തക്കളത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ കോളേജിലേക്ക് അത്തപ്പൂക്കൾ 27-ാം തീയതിയാണ്, അതിന് കുറച്ച് പൂക്കൾ കൊണ്ടുപോകണമെന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഒപ്പം പൈസയും കിട്ടുന്നുണ്ട്. സന്തോഷം. 100 കുറ്റ്യാടിത്തെങ്ങുകളും 4000 മൂടി ഇഞ്ചിയും നട്ട പറമ്പിൽ ഇടവിളയായാണ് ചെണ്ടുമല്ലികൾ നട്ടത്. ഓണക്കാലമായതോടെ പൂവിന് ആവശ്യക്കാരും ഏറെയാണ്. നല്ല വിലയും കിട്ടുന്നുണ്ട്. കൃഷി സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം ഗവൺമെന്റ് B.Ed കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് രാഹുൽ. ഭാര്യ സബിത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും. ന്യൂസ് 18 കൊല്ലം. ഓണക്കാലം എന്നാൽ ഇപ്പോൾ അങ്ങനെ വരവ് പൂക്കളുടെ വസന്തകാലമല്ല. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രാദേശികമായൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലികളാണ് ഇപ്പോൾ ഇവിടെ വസന്തം തീർക്കുന്നത്. കൊണ്ടോട്ടി വട്ടപ്പറമ്പ് സ്വദേശിനി ഹസീനയുടെ ചെണ്ടുമല്ലിത്തോട്ടത്തിലെത്തുമ്പോൾ അതൊരു വനിതയുടെ പ്രയത്നത്തിന്റെ സുഗന്ധം കൂടി പരത്തുന്നുണ്ട്. കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ പാതയോരത്ത് കാഴ്ചയുടെ വസന്തം നിറഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലികൾ. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ നിറഞ്ഞ് വിരിഞ്ഞ് ചിരിതൂകി നിൽക്കുന്ന പൂക്കൾ ഹസീനയുടെ പ്രയത്നത്തിന്റെ അടയാളമാണ്.
കഴിഞ്ഞ വർഷവും ഹസീന ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നു. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഈ വർഷവും കൃഷി ഇറക്കിയത്. 25 സെന്റിൽ 2500 ഹൈബ്രിഡ് തൈകളാണ് നട്ടത്. ജൂൺ 10 ആരംഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് ഇതിനകം തുടങ്ങി. ചെണ്ടുമല്ലി നമ്മൾ തുടങ്ങിയത് ഇത് 2ാമത്തെ വർഷമാണ്. പക്ഷേ മെയിനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മാനസികോല്ലാസമാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിനുള്ള ടെൻഷനും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ വരികയാണെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു സന്തോഷം. പിന്നെ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ജൈവ രീതിയിലുള്ള പൂക്കൾ ഇടാനുള്ള ഒരിത്, അതും കൂടി പിന്നെ നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. 13 വർഷമായി ഹസീന വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലുമായി പച്ചക്കറിയും ഔഷധസസ്യങ്ങളും പരിപാലിക്കുന്നുണ്ട്. ഒപ്പം ഗാക്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ ഇനങ്ങളും. ഔഷധ സസ്യങ്ങളിൽ നിന്ന് പലതരം മൂല്യവർദ്ധിത വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഇവർക്ക് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കൊണ്ടോട്ടി കൃഷിഭവന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വട്ടപ്പറമ്പ് പരുത്തിനിക്കാടൻ അബ്ദുൾ റൌഫാണ് ഹസീന്റെ ഭർത്താവ്. എല്ലാത്തിനും പിന്തുണയുമായി മക്കളായ മുഹമ്മദ് അഷ്മിൽ, മുഹമ്മദ് ഹസീൻ എന്നിവരുമുണ്ട്. പാതയോരത്ത് ഇതിനകം തന്നെ മനോഹര കാഴ്ചയായി മാറിയ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും റീൽസും പകർത്താനായി ഒട്ടേറെ പേരാണ് എത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. സമാനമായ രീതിയിൽ പൂക്കൃഷി നടത്തി 100 മേനി കൊയ്ത പാറച്ചാല കൊറ്റാമം ഫാത്തിമ സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാം. ഇനി കുട്ടികൾ വളർത്തിയ 1000-ലധികം ജമന്തി ചെടികളാണ് ഇപ്പോൾ സ്കൂൾ മുറ്റത്താകെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ഇത്തവണത്തെ ഓണത്തിന് അത്തപ്പൂക്കളമൊരുക്കാൻ പൂക്കൾ സ്കൂളിൽ തന്നെ വിളയിക്കാമെന്ന ആശയമാണ് കുട്ടികളെ ജമന്തി കൃഷിയിലേക്ക് എത്തിച്ചത്. പ്രധാന അധ്യാപിക സൈന്യ ജോണിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സ്കൂളിലെ കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികൾ ഈ ഉദ്യമം ഏറ്റെടുത്തു. ഗ്രോ ബാഗിലും അല്ലാതെയുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 1000-ലധികം ജമന്തി തൈകളായിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരുമിച്ച് നട്ടുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നിറമുള്ള പൂക്കളുകളും കാണാൻ ഭയങ്കര നല്ലൊരു സന്തോഷം പോലെയാണ്. പഠിക്കുമ്പോൾ ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ നടും, പിന്നെ വീട്ടിലും നടും. സ്കൂൾ അങ്കണത്തിൽ തന്നെ ആരംഭിച്ച ജമന്തി പൂക്കളുടെ പരിപാലന ചുമതല പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ഒപ്പം സഹായത്തിന് ജിഷ ടീച്ചറും കൂടി. ഗാർഡൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്, മാം നമുക്ക് ഈ വർഷം ഇവിടെ നിന്ന് നമുക്ക് പൂക്കൾ തയ്യാറാക്കി നമുക്ക് അത്തപ്പൂടാം, പുറത്തുനിന്ന് മേടിക്കേണ്ട മാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിള്ളേരുടെ താല്പര്യം അത് കണ്ടപ്പോൾ ഞാനും പ്രഥമ അധ്യാപികയോട് പറഞ്ഞു, മാം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം, പിള്ളേർക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് നമുക്ക് തുടക്കം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം മാമിനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബന്ദി പൂക്കൾ നടുന്നതിന് വേണ്ടി തുടക്കുകയും നല്ലൊരു വിജയം നമുക്ക്, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. കൃത്യസമയത്തെ വളപ്രയോഗങ്ങളും നനയ്ക്കലും കീടങ്ങളിൽ നിന്നുള്ള പരിചരണവും 100 മേനി വിളവിലേക്ക് എത്തിച്ചു. മണ്ണിനെ അറിഞ്ഞുകൊണ്ടുള്ള പൂക്കൃഷി കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് ഏറെ പ്രയോജനപ്പെട്ടെന്ന് അധ്യാപകർ തന്നെ പറയുന്നു. കംപ്ലീറ്റ് ഇൻകം ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാനായിട്ടും ക്യാൻസർ പേഷ്യൻസിനും ഡയാലിസിസ് പേഷ്യൻസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ എയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും 2ാമത്തെ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും വീട് റെഡിയാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അടുത്ത് ഇത് ജമന്തി കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ സൂര്യകാന്തി പൂക്കളിലോട്ടാണ് അടുത്തൊരു പ്ലാൻ വെച്ചിട്ടുള്ളത്. സ്കൂൾ ഓണാഘോഷത്തിന് ശേഷമുള്ള പുഷ്പങ്ങൾ പൊതുവിപണിയിൽ വിറ്റ് കിട്ടുന്ന തുക PTA നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന ചികിത്സാ ധനസഹായ ഫണ്ടുകളിലേക്ക് വകമാറ്റും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് സിനിമാ പ്രേമികൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. മോഹൻലാൽ സത്യൻ അന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് ആദ്യ ദിനം എങ്ങും മികച്ച പ്രതികരണമാണ്. പ്രേക്ഷകർ സന്തോഷത്തോടെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതോടെ 2025 മോഹൻലാലിന് ഹാട്രിക് ആകുമെന്ന് ഉറപ്പായി. സൂപ്പർ ഫിലിം, മോഹൻലാൽ മലയാളികൾക്ക് തന്ന ഒരു ഓണ സമ്മാനമാണിത്. ഈ സിനിമ എല്ലാവരും കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നല്ലൊരു മൂവിയാണ്, ഒരു ലാഗില്ലാത്ത സിനിമയാണ്. തുടക്കം അതുപോലെ തന്നെ ഇതും നല്ലൊരു പിക്ചറാണ്. ലാലേട്ടൻ്റെ ഒരു വലിയൊരു തിരിച്ചുവരവാണിത്. നല്ല മൂവിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചെറിയ പുഞ്ചിരിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സൂപ്പർ മൂവിയാണ്. ബോറടിക്കത്തില്ല, നല്ല രസമുണ്ട്. ബ്രോ നല്ല പടം ബ്രോ, ഫീൽ ഗുഡ് ആണ് ബ്രോ, നല്ല പടം. ഓണം തൂക്കി
എന്നാണ് തോന്നുന്നത് ബ്രോ. ഹ്യൂമർ നല്ല പടമാണ്, ഫാമിലി പടമാണ്, ക്ലീൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഫാമിലിക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. ലാലേട്ടൻ 2025 തൂക്കി. അടിപൊളിയായിരുന്നു. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വീണ്ടും വീണ്ടും വിസ്മയമായി തീർക്കുകയാണ്. തുടരും സിനിമയ്ക്ക് ശേഷം ഈ സിനിമയും ഇതേപോലെ ലോക റെക്കോർഡായിരിക്കും. സത്യൻ ചേട്ടൻ്റെ ആ കഥയിൽ ലാലേട്ടൻ എന്തെന്ന് വീണ്ടും പഴയ ഒരു ലാലേട്ടനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. അടിപൊളിയാണ്. ലാലേട്ടൻ്റെ ഒരു ഓണ സമ്മാനവും കൂടിയാണ്. ഹ്യൂമർ എല്ലാം ഉണ്ട് സംഭവം. ഫീൽ ഗുഡ്, നോർമൽ ഫീൽ ഗുഡ് പടം. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. പിന്നെ തൂക്കൂല. സൂപ്പർ പടം, അടിപൊളി, ഗംഭീരം. ഹ്യൂമർ ആദ്യം മുതൽ അവസാനം വരെയും ചെറിയ ചെറിയ നർമ്മങ്ങളുണ്ട്, വളരെ ചിരിപ്പിക്കുന്ന നർമ്മങ്ങളുണ്ട്. മോഹൻലാലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഹൃദയം നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, സത്യം ഒരു മനസ്സ് നിറഞ്ഞു. പിന്നെ ഹ്യൂമറുണ്ട്, ഇമോഷനുണ്ട്, എല്ലാം പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പം ഈ ഇറങ്ങിയല്ലേ ലാലേട്ടൻ, ഓഫ് കോഴ്സ് ആണ്. ഇത് എനിക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഓഡിയൻസിന്റെ പൾസ് അനുസരിച്ച് ഇങ്ങനെ ഇറക്കൂലേ, ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ മൊത്തം നമ്മൾ പൊട്ടിച്ചിരിക്കും, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അത് നല്ല രീതിയിൽ എൻഡും ചെയ്തിട്ടുണ്ട്. അതല്ലേ കാണേണ്ട, ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. മോഹൻലാലിന്റെ ഒരു മൂന്നാമത്തെ ഹാട്രിക് ഹിറ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് 100 crores കയറുന്നു ഞാൻ തോന്നുന്നു. എല്ലാവരും സൂപ്പറായിരുന്നു. ടിപ്പിക്കൽ സത്യന്തിക്കാട് മൂവിയാണ്. നല്ല സിനിമ, ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിരുന്നു. നന്നായി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണത്. ഞങ്ങൾ ഹാപ്പിയാണ്. സത്യനങ്കണ്ട് സാറിനോട് വെരി വെരി താങ്ക്സ്. ഒരുപാട് സിനിമ ഇങ്ങനെ സ്റ്റണ്ടും പകയൊക്കെ റേഞ്ചിൽ നിന്നതാണ്. ഇത് നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിക്കാൻ, നല്ല ചിരിക്കാനുള്ള സിനിമയാണ്. ഒരുപാട് ഹാസ്യങ്ങളുണ്ട്. ഞങ്ങൾ വീണ്ടും ഈ സിനിമ വന്ന് കാണും. എന്താണെന്ന് പറയുമ്പോൾ ഓരോ സീനും മനസ്സിൽ പതിങ്ങി നിൽക്കണമെങ്കിൽ ഇത് 2-3 തവണ കണ്ടാൽ അത് നല്ല പടമായിരുന്നു. എന്നും എപ്പോഴും ടൈപ്പ് അയാളല്ലേ ഡയറക്ടർ സത്യൻ അന്തിക്കാട്, അതേപോലെ നല്ല പടം, നല്ല പടമാണ്. നല്ല സിനിമ, ഹ്യൂമറാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ഹ്യൂമറാണ്, നല്ല പടമാണ്. ബെസ്റ്റ് പടം കേട്ടോ, ബെസ്റ്റ് പടം. അടിപൊളിയായിരുന്നു. ഒരു ഓണത്തിന് ഒരു സത്യനന്ദിക്കാട് ട്രീറ്റ് ആണ്. എല്ലാവരോടും ഇതാണ് പറഞ്ഞത്. ഇപ്പം ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത ഡയലോഗാണ്, പക്ഷെ പടം നല്ല ഫ്രഷ്നെസ് ഉള്ള സിനിമയാണ്. കോംബോ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ പറഞ്ഞു കേട്ട പോലെ ലാലേട്ടന്റെ പ്രേമലു ആണെന്ന് പറയുന്ന പോലെ അതുപോലെയൊക്കെ തന്നെ, അതുപോലെ എന്നല്ല, ബട്ട് സ്റ്റിൽ അവരുടെ കോംബോ വൻ അടിപൊളിയായിരുന്നു. കാരണം ഈ ഒരു ജനറേഷന്റെ കൂടെയും ലാലേട്ടൻ സിമ്പിളായി പിടിച്ചു നിൽക്കും എന്നുള്ളത് പടത്തിൽ നിന്ന് എവിഡന്റ് ആണ്. ടിപ്പിക്കൽ സത്യനന്ദിക്കാട് പടം എന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷന്റെ കൂടെ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സത്യനന്ദിക്കാടിന്റെ ആ ഒരു സത്യനന്ദിക്കാട് നമ്മുടെ ജനറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് മനസ്സ് നിറഞ്ഞാണ് ഇറങ്ങുന്നത്. ഉറപ്പായിട്ടും ഓണത്തിനൊരു മസ്റ്റ് വാച്ച് ആണ്. ബാക്കി സിനിമകളൊന്നും കണ്ടില്ല, കണ്ടു കഴിയുമ്പോഴേ ബാക്കി അറിയുള്ളൂ. പക്ഷെ ഹൃദയപൂർവ്വം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ലാലേട്ടൻ വന്നാൽ ലാലേട്ടൻ തൂക്കും എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണ്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ഹൃദയപൂർവ്വം വളരെ മികച്ച പ്രതികരണങ്ങളോടെയാണ് ആദ്യ ദിവസം തന്നെ മുന്നേറുന്നത്. ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയ ആളുകളുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. എന്തായാലും ഈ ഓണത്തിന് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൻ്റെ ഹൃദയപൂർവ്വം തിയേറ്ററുകൾ എടുക്കും എന്നേ ഉറപ്പായി കഴിഞ്ഞു. മറ്റു വാർത്തകൾ കൂടി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലും തൃശൂർ, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊച്ചി ഇടപ്പള്ളിയിൽ ഇതിനിടെ വെള്ളക്കെട്ട് അതിരൂക്ഷം. അശാസ്ത്രീയമായ നിർമ്മാണവും ശരിയായ രീതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതുമാണ് ചെറിയ മഴയിൽ പോലും കൊച്ചിയെ വെള്ളക്കെട്ടിലാക്കുന്നത്. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. 3 പേർക്ക് പരിക്കേറ്റു. കോങ്ങാട്, കൊട്ടശ്ശേരി സ്വദേശികളായ മണികണ്ഠൻ, രമേശ് എന്നിവർക്കും ചങ്ങലേരി സ്വദേശിയായ ഫവാസിനുമാണ് പരിക്കേറ്റത്. ഇവരെ മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിനും തലയ്ക്കും പരിക്കേറ്റതായാണ് വിവരം. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കൊച്ചി ഇടപ്പള്ളിയിൽ വെള്ളക്കെട്ട് അതീവ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ്. അശാസ്ത്രീയമായ നിർമ്മാണവും ശരിയായ രീതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതുമാണ് ചെറിയ മഴയിൽ പോലും ഇങ്ങനെ വെള്ളം കയറാൻ കാരണം. ആജ്ഞ രവീന്ദ്രൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ മഴയായിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ ഒരു തോർച്ചയ്ക്ക് ശേഷം ഇന്നാണ് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചത്. എന്നിരുന്നാൽ പോലും വലിയ ഒരു മഴയെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ശക്തമായ മഴ അല്ലാതിരുന്നിട്ട് കൂടി കൊച്ചി ഇടപ്പള്ളിയിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വെള്ളക്കെട്ടാണ്, രൂക്ഷമായ വെള്ളക്കെട്ടാണ്. അതായത് ഈ വെള്ളത്തിന് ഡ്രെയിനേജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം, ഡ്രെയിനേജിലുള്ള ചാലില്ലാത്തതിൻ്റെ പ്രശ്നം കാരണം ഈ റോഡിൽ തന്നെ, പ്രത്യേകിച്ച് റോഡ് അല്പം താഴ്ചയുള്ള ഭാഗത്തൊക്കെ തന്നെയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കൊച്ചി മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കൊച്ചി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നതും ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അല്പം മുൻപ് ഒരു ചെറിയ മഴ, അതായത് 5 മിനിറ്റോ 10 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു മഴ മാത്രമാണ് പെയ്തത്. ഒരു വലിയ ഒരു ഇൻറ്റൻസിറ്റിയിൽ പെയ്ത മഴയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് പോലും ആ വെള്ളമൊക്കെ ഒലിച്ചു പോകാതെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാം. അവിടെ പാർക്ക് ചെയ്തിരുന്ന, അല്പം മുമ്പായിട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വലിയ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. അല്പസമയത്തിന് മുൻപ് പെയ്ത മഴയിലാണ് ഈ ഒരു കാഴ്ച എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നതും ഏറെ വിമർശനാത്മകവുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത് കാലാകാലങ്ങളായി കൊച്ചിയിലെ ആളുകളും കൊച്ചിയിലെ നമ്മളായാലും മാധ്യമങ്ങളായാലും ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത് കൊച്ചിയിലെ വെള്ളം ഒഴുകിപ്പോക്കാനുള്ള സാഹചര്യങ്ങളില്ല. ആളുകൾ പ്രത്യേകിച്ച് ഈ വെള്ളം എന്ന് പറയുന്നത് പുതിയ അഴുക്കുചാലിൽ നിന്ന് പുതിയ മഴ പെയ്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അഴുക്കുചാലിൽ നിന്നും മിക്സ് ചെയ്ത് ആ വെള്ളവും മഴവെള്ളവും കൂടി ചേർന്ന് റോഡിലേക്ക് ഒഴുകുന്ന മലിനജലമാണ്. ഇത് ആളുകൾക്ക് പകർച്ചവ്യാധി ഉണ്ടാക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിന് പരിഹാരം കാണാനോ അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുകയോ മഴക്കാലത്തിന് മുൻപായിട്ടുള്ള ഇത്തരം ക്രമീകരണങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്തതിൻ്റെ അപാകത തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. അത് ഒരു ചെറിയ മഴയിലാണ് ഇത്രയും വലിയ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കഴിഞ്ഞ 4 ദിവസമായി 4 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മഴയിലും ഇത് തന്നെയാണോ കൊച്ചിയുടെ സാഹചര്യം? പക്ഷേ 2 ദിവസത്തെ വെയിലിന് ശേഷം തീവ്രമായ വെയിലായിരുന്നു 2 ദിവസം. അതിനുശേഷവും ഇപ്പോൾ വീണ്ടും കൊച്ചിയിലൊരു മഴ പെയ്തപ്പോൾ കൊച്ചിയുടെ കാഴ്ചയും സാഹചര്യവും ഇതുതന്നെയാണ്. ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ആവശ്യത്തിന് വെള്ളം ഒഴുകി പോകാനുള്ള വെന്റിലേഷൻ ഇല്ല. അത് വന്നത് അഴുക്ക് വന്നിട്ട് മൂടി പോവാണ്. ഞങ്ങൾ അപ്പം ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കെട്ടുണ്ടാവാണ്ടിരിക്കുക എല്ലാ മഴയ സമയത്തും. നേരത്തെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമല്ലേ ഇങ്ങനത്തെ? പല പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുഴപ്പം വെള്ളപ്പൊക്കം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഭരണം തന്നെ മോശമായിട്ട് തന്നെയാണ്. ഏറ്റവും പറയാം, ഇപ്പോൾ വണ്ടിയൊക്കെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ മക്കളായിട്ട് ഞാൻ വന്നതാണ്. വെള്ളത്തിൽ ആകെ മുങ്ങി കിടക്കുന്നു ഈ ഒരു മഴയ്ക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഓണം തന്നെ, ഈ ഓണത്തിനൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ യാത്രക്കാരെന്നെ ഇതിൽ പോണ ഇതാണ് നടക്കുന്നത്. വെള്ളപ്പൊക്കമൊക്കെയാണ്, മൊത്തം കുഴിയാണ്, രക്ഷയില്ല. എല്ലാ വർഷക്കാലത്ത് തന്നെയല്ലേ ഒരു മഴ വന്നില്ല, അധികം വണ്ടി ഇങ്ങനെയല്ലേ. കാണകളൊന്നും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. ഭരണം നന്നാണ്ട് അതിൻ്റെ എല്ലാ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് തരുക. ഒരു ബസ്സിനകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് കണ്ടില്ലേ? എന്ത് പറയാനാ, ഇന്നും തുടങ്ങിയല്ലോ, ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നത്. ഇത് ആരോ കളന്ന് കളിക്കുന്ന അല്ല. ഇത് നന്നാക്കാൻ അധികം സർക്കാരിന് ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ആലോചിക്കാൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഈ തോട് ഇടപ്പള്ളി തോട് പോകുന്നുണ്ട്, അതിലേക്കൊരു പെരണിയൽ കനാൽ ഇവിടുന്ന് കൊടുത്താൽ സുഖമായിട്ട് പോകും. ഇത് ഏത് മണ്ടനും പറയും. ഏത് മഴ പെയ്താലും കൊച്ചിയിലെ അവസ്ഥ ഇത് തന്നെയാണ്. അശാസ്ത്രീയമായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം, അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ കാന സജ്ജീകരിക്കാത്തതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് കൊച്ചിയിലെ റോഡ് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഈ റോഡ് നിറയെ കുഴികളാണ്. വെള്ളക്കെട്ട് വന്നാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്ന് ഈ കുഴി കാണാതെ വാഹനങ്ങളായാലും ആളുകളായാലും അതിൽ പെടുന്നു എന്നുള്ളതാണ്. ഓരോ മഴക്കാലത്തും ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇതിന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും ഫലമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ ഇടപ്പള്ളി ഈ കനാലിലേക്ക് തന്നെ, തോട്ടിലേക്ക് തന്നെ ഒരു ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയാൽ തന്നെ, ശാസ്ത്രീയമായ രീതിയിലൊരു ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയാൽ തന്നെ ഒഴുകിപ്പോകാനുള്ള വെള്ളം മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ അങ്ങേയറ്റം ശാസ്ത്രീയമായ രീതിയാണ് കൊച്ചിയിലെ പലയിടത്തും അവലംബിച്ചിരിക്കുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ, News 18.
സൂറിച്ച് ഡയമണ്ട് ലീഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 11:15 മത്സരം. നീരജിനെ കൂടാതെ ജർമ്മനിയുടെ ജൂലിയൻ വെബർ, ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് തുടങ്ങിയ 7 പേരാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. ദോഹയിൽ മെയ് മാസത്തിൽ നടന്ന ഡയമണ്ട് ലീഗിൽ ആദ്യമായി 90 മീറ്റർ മറികടന്ന നീരജ് ജൂലിയൻ വെബറിന് പിന്നിൽ 2ാം സ്ഥാനം നേടിയിരുന്നു. ജൂണിൽ പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ നീരജായിരുന്നു ജേതാവ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.